ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത EOQൻ്റെ പിന്നെ ലെവൽസില്ലേ, അത് ഒന്നുകൂടെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്തു പോകണം കേട്ടോ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇത് ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കാമെന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇക്വേഷൻസ് ഇത്രയൊക്കെ ഇപ്പോൾ ഓരോ ലെവൽസ് പറയുമ്പോഴും ആ ലെവലിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചാൽ അത് നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് EOQ ആൻഡ് എ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് അല്ലേ. ഇപ്പോൾ EOQ കാണാനുള്ള ഇക്വേഷൻ എന്താ? EOQ ഈക്വൽ ടു √CO/I അല്ലേ. അപ്പോൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതണം. EOQ ഈക്വൽ ടു √2CO/I. ഇക്വേഷൻ എഴുതുന്നതിന് മാർക്കുണ്ട്. എക്സാമിന് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റാന്ന് വിചാരിക്കൂ. ഇക്വേഷൻ എഴുതി വെക്കുന്നതിനും മാർക്കുണ്ട്, ഓരോന്നും വാല്യൂസ് എടുത്ത് എഴുതുന്നതിനൊക്കെ മാർക്കുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിരിക്കണേ? annual consumption of material is 2000. Cost of placing an order, അപ്പം നമ്മുടെ ഏതാ കിട്ടിയേ? ഓർഡറിങ് കോസ്റ്റ് 50 രൂപ. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ് 40 രൂപയാണ്. സ്റ്റോറേജ് കോസ്റ്റ് എത്ര തന്നെ? 80% ഓൺ ആവറേജ് ഇൻവെൻട്രി. അപ്പം എന്ത് ചെയ്യണം? ഐ കാണാനായിട്ട് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ 80% കണ്ടുപിടിക്കാം. ഇത്രയും ക്ലിയർ ആയില്ലേ? 2000 നമുക്ക് ആനുവൽ കൺസംഷൻ, ഓർഡറിങ് കോസ്റ്റ് 50, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപേൻ്റെ യൂണിറ്റ് ആണോ ഉള്ളത് അതിൻ്റെ 80%. അതായത് അവിടെ എങ്ങനെ പറയാം? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, നമ്മൾ വാങ്ങുന്നതിൻ്റെ 80% നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുക. അപ്പോൾ 40ൻ്റെ 80%. പിന്നെ ഇതെന്താ ചെയ്യുക? ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. 2000 ഇൻറ്റു എത്രയാ? 50 ഡിവൈഡഡ് ബൈ എത്ര വരും? 14. ക്ലിയർ ആയോ? അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടണേന്ന് നോക്കി. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. ആൻസർ മിസ് എഴുതാനില്ല, പ്രോബ്ലം ചെയ്യുന്നിട്ട് നിങ്ങൾ തന്നെ എഴുതാം. ദെൻ ഇതിനകത്ത് എന്താ വന്നേക്കണേ? നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് അല്ലേ. അതും കൊണ്ട് കണക്കാക്കാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്കണോമിക്കലി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എക്കണോമിക്കലി മിനിമം കോസ്റ്റിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കിട്ടുന്ന ആൻസർ. യൂണിറ്റ്സിൽ നമുക്ക് ആൻസർ കിട്ടും. ആ കിട്ടണ ആൻസർ ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ ആനുവൽ കൺസംഷൻ വരാ? 2000 കിലോഗ്രാം. ആ 2000 ഇട്ട് ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി എന്ത് വരാ? പ്ലേസ്ഡ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്നുള്ളത് കിട്ടുക. ഇത് ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കണ്ടെത്താത്തത് നിങ്ങളിത് കണ്ടെത്തിയിട്ട് എനിക്കത് അയച്ചു തരണം. ഈ ചെയ്തേക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ആൻസർ ഞാൻ എഴുതില്ല, ചെയ്യേണ്ട വഴി മാത്രമേ എഴുതുള്ളൂ. ആൻഡ് ഫൈനൽ ആൻസർ നിങ്ങൾ വേണം ചെയ്യാനായിട്ട്. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഇതെല്ലാ പ്രോബ്ലം ഒരേപോലത്തെ തന്നെയാണ് കേട്ടോ, അതിൽ ഒരു വ്യത്യാസവും വരണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ആനുവൽ കൺസംഷൻ 20,000 കിലോഗ്രാം. ഏത് കിട്ടി നമുക്ക്? സി കിട്ടി അല്ലേ. 20,000 കിലോഗ്രാം അറ്റ് എ പ്രൈസ് ഓഫ് ₹2. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? കോസ്റ്റ് പെർ യൂണിറ്റ് 2. സ്റ്റോറേജ് കോസ്റ്റ് എത്രയാ? സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ്. ഐ 16% വരാം. എന്തിൻ്റെ? 2ൻ്റെ. അപ്പം ഐ ഈക്വൽ ടു 2ൻ്റെ 16% വരും. ഓക്കെ, then the cost of placing one order is, that is O equal to ₹50. ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്താ? EOQ ഈക്വൽ ടു √2CO/I. അതിൽ √2 ഇൻറ്റു സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 20,000 ഇൻറ്റു O നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിലുണ്ട് 50
ഡിവൈഡഡ് ബൈ ഐ എത്ര വരാം? ഇത് ചെയ്യുമ്പോൾ 16 × 2 നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും അല്ലേ? ഇപ്പോൾ 0.32 ഇക്വേഷനിലേക്ക് എഴുതാം. നമ്മളിവിടെ വേറൊന്നും പർച്ചേസ് ചെയ്യണതും കൂടെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ ടോട്ടൽ കൺസംഷൻ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് പ്രോബ്ലം തന്നിട്ടുണ്ടല്ലോ. ഫൈൻഡ് ഔട്ട് DOQ ആനുവൽ യൂസേജ്. ആനുവൽ യൂസേജിനെ തന്നെ പറയുന്ന വേറെ പേരാണ് എന്ത്? ആനുവൽ കൺസംഷൻ. അപ്പൊ കൺസംഷൻ അല്ലെങ്കിൽ യൂസേജ് തന്നാലും C ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്ക്. ആനുവൽ കൺസംഷൻ C ആണ് ഈ തന്നിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിങ് വൺ ഓർഡർ അല്ലെ? ഓർഡറിങ് കോസ്റ്റ് O തന്നിട്ടുണ്ട്. അപ്പൊ ഒരു മിനിറ്റ്. C തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ O തന്നിട്ടുണ്ട് 60. 10ന്റെ 10% എന്ന് പറയുമ്പോൾ 1 rupee. നേരിട്ട് അപ്ലൈ ചെയ്യാലോ, ഒരു വ്യത്യാസവും ഇല്ല. ദെൻ ഇതിന്റെ ആൻസർ തനിയെ ചെയ്യാം. നെക്സ്റ്റ് ഇത് നോക്കുക. ആനുവൽ കൺസംഷൻ 600 units. ഓർഡറിംഗ് കോസ്റ്റ് 12 per order. ദെൻ carrying cost 20%, price per unit 20. കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇത് രണ്ടും, ആദ്യത്തെ 2 പ്രോബ്ലം, ഈ 2 പ്രോബ്ലം ചെയ്തതിൻ്റെ ഫൈനൽ ആൻസറും വേണം. ദെൻ ഈ പ്രോബ്ലം രണ്ടും വർക്കൗട്ട് ചെയ്യുക. അത് ചെയ്തിട്ട് ഹോംവർക്കാണ് കേട്ടോ. ഇത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ കണ്ടതല്ലേ? കാൽക്കുലേറ്റ് DOQ ആനുവൽ കൺസംഷൻ 600, ഓർഡറിംഗ് കോസ്റ്റ് 12, ക്യാരിയിങ് കോസ്റ്റ് 20, പ്രൈസ് പെർ യൂണിറ്റ് 20. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്നലെ ചെയ്തൊരു പ്രോബ്ലമാണ്. മിനിമം ലെവൽസ് അല്ലെ? സ്റ്റോക്ക് ലെവൽസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ മിസ് ഇന്നലെ ഒരു 2 പ്രാവശ്യം എഴുതി അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പിന്നെ പ്രോബ്ലം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് വീണ്ടും ഇത് പറയണേ. ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോബ്ലം ചെയ്യാനായിട്ട് ഒട്ടും പറ്റില്ല. ഇക്വേഷൻ കാണാതെ നിങ്ങൾ പഠിക്കണം. അപ്പം ഇതിൻ്റെ തിയറി പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? മിനിമം ലെവൽ എന്താണ്? മിനിമം ലെവലിലേക്ക് താഴേക്ക് സ്റ്റോക്ക് പോകാൻ പാടില്ല. കാരണം മിനിമം ലെവലിൻ്റെ താഴെ പോയാൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കില്ല അല്ലേ? ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 യൂണിറ്റ് ഇടണം. ഇപ്പം നമ്മളൊരു സാധാരണ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അവിടെ മില്ലൊക്കെ ഉണ്ടാവും അല്ലേ? അരി മില്ല് പൊടിപ്പിക്കാൻ പോകുമ്പോൾ അവരെന്ത് പറയും? 5 കിലോ കുറവ് പൊടിപ്പിക്കില്ല, അല്ലെങ്കിൽ 2 കിലോ എങ്കിലും വേണം അല്ലേ? നമ്മൾ 1/2 കിലോ ഒക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കാൻ പോയി അവർ സമ്മതിക്കില്ല. അപ്പോൾ ആ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്രയും 1 കിലോ അല്ലെങ്കിൽ 5 കിലോ വേണം. ആ 5 കിലോ ആണ് നമ്മളുടെ മിനിമം ലെവൽ. അതിൻ്റെ താഴേക്ക് പോയാൽ നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. നമുക്ക് കറക്റ്റ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ കപ്പാസിറ്റിക്ക് 10 കിലോ വരെ ഇടാൻ പാടുള്ളൂ എന്ന് വിചാരിക്കൂ. അതിൽ കൂടുതൽ വെച്ചാൽ എന്ത് ചെയ്യും? ഒന്നിൽ മെഷീൻ കേടാം, അല്ലെങ്കിൽ ചുമ്മാ നമ്മളുടെ കയ്യിലെ പൈസ പോകും. കൂടുതൽ വാങ്ങി വെച്ചെന്നും പറഞ്ഞ് നമുക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പം മാക്സിമം ലെവൽ ആൻഡ് മിനിമം ലെവൽ. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ദ ലെവൽ ഇൻ വിച്ച് വി പ്ലേസ് ആൻഡ് ന്യൂ ഓർഡർ. ഏത് ലെവലിലാണോ പുതിയ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അതിനെ പറയുന്നതാണ് റീഓർഡർ ലെവൽ. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആവറേജ് നമ്മുടെ മിനിമത്തിൻ്റെയും മാക്സിമം ആവറേജ് എത്ര നമ്മളുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അതൊരു 10 പ്രാവശ്യം ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പഠിക്കുക, എന്നാലേ കിട്ടുള്ളൂ. minimum level equal to reorder level minus normal consumption into normal reorder period. Minimum level equal to reorder level minus normal consumption into normal reorder period. Okay. അപ്പോൾ മാക്സിമം കാണാനായിട്ട് എന്ത് ചെയ്യണം? റീഓർഡർ ലെവൽ ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മാക്സിമം ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇക്വേഷൻ പഠിക്കേണ്ടത്. ദെൻ റീഓർഡർ ലെവൽ ഏതാ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ
പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡറിംഗ് ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക്. സെയിം ഇതേപോലെ തന്നെയാണ് പ്രോബ്ലത്തിൽ വരാം. ഇപ്പം EOQയുടെ പ്രോബ്ലം വരാണെങ്കിൽ കാൽക്കുലേറ്റ് EOQ അത്രയും വരുള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അക്കൗണ്ടിങ്ങിലൊക്കെ വരണ പോലെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയും, കാൽക്കുലേറ്റ് EOQ ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് തരാം. ആനുവൽ കൺസംഷൻ, ഓർഡറിംഗ് കോസ്റ്റ് അങ്ങനെ തരും. ഇവിടെ എന്താ തരാം, കാൽക്കുലേറ്റ് മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് ലെവൽ മാത്രമായിട്ട് പ്രോബ്ലം വരില്ല. വരുമ്പോൾ ഒരു 3 എണ്ണം 5 മാർക്കിൻ്റെ 3 എണ്ണം 5 എണ്ണം ഒക്കെ വെച്ചിട്ട് കാണാനാണ് വരാം. ഇവിടെ നോക്കുക, മിനിമം കൺസംഷൻ എത്രയാ, 100 പെർ യൂണിറ്റ് ആണ്, 100 യൂണിറ്റ് പെർ ഡേ ആണ്. മാക്സിമം 150 യൂണിറ്റ്. നോർമൽ കൺസംഷൻ 120. അപ്പം മിനിമം കൺസംഷൻ, മാക്സിമം കൺസംഷൻ, നോർമൽ കൺസംഷൻ. റീഓർഡർ പീരീഡ് എത്രയാ, 10 മുതൽ 15 വരെ. അതായത് നമ്മളുടെ ടൈം ലാഗാണ് ഈ റീഓർഡർ പീരീഡ് എന്ന് പറയാം. ഞാൻ ഓർഡർ കൊടുത്തിട്ട് 10 ദിവസമോ 15 ദിവസത്തിനോ 10നും 15നും ഇടയ്ക്കുള്ള ദിവസത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരും അല്ലേ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ഇപ്പോൾ 24-ാം തീയതി ഡേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നേരത്തെ വരാറുണ്ട്. അപ്പോൾ 24 എന്നുള്ളത് അവരുടെ മാക്സിമം പീരീഡാണ്, ഓർഡർ പീരീഡാണ്. ചിലപ്പോൾ 18 എന്നുള്ളത് മിനിമം പീരീഡാണ്. അപ്പം അതിൻ്റെ ഒരു ആവറേജ് ഉണ്ടാവും ബേസിക്കായിട്ട് 10 + 15/2. ദെൻ റീഓർഡർ ക്വാണ്ടിറ്റി, നമ്മൾ എത്ര ക്വാണ്ടിറ്റി റീഓർഡർ ചെയ്യേണ്ടത്, ഫ്രഷ് ഓർഡർ കൊടുക്കേണ്ടത് 1500 യൂണിറ്റ്. ദെൻ നോർമൽ റീഓർഡർ പീരീഡ് 12 ദിവസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഫസ്റ്റത്തെ തന്നെ നമ്മൾ എഴുതാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ എന്താ, എപ്പോഴും നേരത്തെ പോലെ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഇക്വേഷൻ എഴുതാം. മിനിമം ലെവൽ. ഇക്വേഷൻ ഒന്ന് പറഞ്ഞ് എഴുത പോവാട്ടോ. ഏതൊക്കെയാ ഇക്വേഷൻ വരാ, റീഓർഡറിംഗ് ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് അല്ലേ, റീഓർഡർ പീരീഡ്. ഓക്കെ, ഇക്വേഷൻ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വെക്കണം. ഇനി റീഓർഡർ ലെവല് നമുക്ക് തന്നിട്ടില്ല അല്ലേ, പ്രോബ്ലത്തിൽ റീഓർഡർ ലെവൽ ഉണ്ടോ നോക്കിയേ, ഇല്ല. റീഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, റീഓർഡർ പീരീഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാം. അപ്പോൾ റീഓർഡർ ലെവൽ ഈക്വൽസ്, ഇക്വേഷൻ എന്തായിരുന്നു റീഓർഡർ ലെവലിൻ്റെ, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ക്ലിയർ ആണല്ലോ, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. മാക്സിമം കൺസംഷൻ എത്രയാ, 150 യൂണിറ്റ്. മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ റീഓർഡർ പീരീഡിൽ 2 ഡേയ്സ് തന്നിട്ടുണ്ട്, 10 days ആൻഡ് 15 days. ഇതിൽ 10 ദിവസം എന്ന് പറയുന്നത് മിനിമം റീഓർഡർ പീരീഡും 15 ദിവസം എന്നുള്ളത് മാക്സിമം റീഓർഡർ പീരീഡും. നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മാക്സിമം കൺസംഷൻ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് 150 × 15. അപ്പം നമുക്ക് ഇവിടെ എഴുതാം 150 × 15. എത്ര ആൻസർ കിട്ടാൻ നോക്കുക. ലെവൽസ് എപ്പോഴും നമ്മൾ കാണിക്കുന്നത് യൂണിറ്റ്സിലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ. 15 × 15 625. അപ്പം 6250 നമ്മളുടെ എന്ത് വരാ, റീഓർഡർ ലെവൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മിനിമം ലെവൽ ഇവിടെ ചെയ്യാം. മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ വീണ്ടും എഴുതുന്നില്ല, നിങ്ങൾ എഴുതണം കേട്ടോ. മിനിമം ലെവല് നമുക്ക് റീഓർഡർ ലെവൽ കിട്ടി 6250 മൈനസ് നോർമൽ കൺസംഷൻ എത്രയാ, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടല്ലോ. നോർമൽ കൺസംഷൻ 120, ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ എഴുതാം 120 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് 12 days. 12. അപ്പോൾ എത്ര കിട്ടും, 6250 മൈനസ് 12 224 അല്ലേ.
ഇത് കുറയ്ക്കുക. ഇത് കിട്ടേണ്ട ആൻസറാണ് എന്ത്? മിനിമം ലെവൽ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? മിനിമം ലെവൽ കണ്ടു, റീഓർഡർ കണ്ടു, മാക്സിമം സ്റ്റോക്ക് ലെവൽ. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ എപ്പോഴും എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതി ചെയ്യട്ടോ. ഇക്വേഷൻ എഴുതി ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ അത് ഇരിക്കും, മറന്നു പോവില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഇക്വേഷൻ എന്നുള്ളതാണ്. അത് മറക്കാണ്ടിരിക്കാനായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ ഇക്വേഷൻ എഴുതി ചെയ്യും. മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് അല്ലേ. അപ്പോൾ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ബ്രാക്കറ്റ് ഇടാം മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ക്ലിയർ? നിങ്ങളത് എഴുതുമ്പോൾ വൃത്തിയിൽ എഴുതണം കേട്ടോ. റീഓർഡർ ലെവൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 6250 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി 1500. ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുണ്ട്. മൈനസ് മിനിമം കൺസംഷൻ എത്രയാ? 100. ദെൻ മിനിമം റീഓർഡർ പീരീഡ് എത്രയാ? 10. അപ്പോൾ 100 × 10. ക്ലിയർ ആണല്ലോ? ഇവിടെ എത്ര കിട്ടുക ആൻസർ? 0,577 മൈനസ് 1000 അല്ലേ. അപ്പോൾ 6750 ആണ് ഇത് മാക്സിമം ലെവൽ. അപ്പോൾ മിനിമം നമ്മളുടെ കയ്യിൽ എത്ര വേണമെന്ന് ഇവിടെ കിട്ടും. ഇവിടെ എത്ര ആൻസർ കിട്ടുക? 0,104 അല്ലേ. 4010 യൂണിറ്റ് മിനിമം, മാക്സിമം 6750. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കിക്കോളണം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടാം, സാധ്യതയില്ല. അപ്പം അത് നോക്കിട്ടോ. ദെൻ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഏതാ? ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്തായിരുന്നു? ഇക്വേഷൻ ഹാഫ് ഇൻറ്റു മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ. മിനിമം ലെവൽ എത്രയാണ് നമുക്ക് വന്നിരിക്കണേ? മിനിമം ലെവൽ 6200 മിനിമം ലെവൽ 4010. അപ്പോൾ ഹാഫ് ഇൻറ്റു 4010 പ്ലസ് മാക്സിമം ലെവൽ 6750. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരച്ചിടുക. ഓരോ ഇക്വേഷൻ എഴുതുമ്പോഴും അതിൻ്റെ അടിയിൽ വരച്ചിടുക. പിന്നെ എക്സാമിന് ചെയ്യുന്നത് പണിയിൽ ഇങ്ങനെ ബോക്സിലൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ലെവൽസൊക്കെ എഴുതൂലേ, അപ്പോൾ അതിങ്ങനെ ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ഇനി അപ്ലൈ ചെയ്യാം. നമുക്ക് യൂണിറ്റ്സ് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ മിനിമം ലെവലിൽ നേരിട്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആ ഇക്വേഷനിലേക്ക് നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ അപ്ലൈ ചെയ്താൽ മതി. ഇതിനകത്ത് വേറെ എന്താ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വരില്ല. ഡയറക്റ്റ് ആപ്ലിക്കേഷനുള്ള പ്രോബ്ലം തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം വെച്ചിട്ട് ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതാരും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. കുറേ 2 എണ്ണത്തിന് വെച്ചാൽ ചെയ്ത്, അതുകൊണ്ടായിരിക്കാം. ആ കണക്ക് തന്നെ നമ്മൾ ഇന്ന് ചെയ്ത് മിസ്സിന് അയച്ചു തരാം. അത് കൂടാതെ നേരത്തെ പറഞ്ഞ യൂക്യൂടെ പ്രോബ്ലംസ് 2 കാൽക്കുലേറ്റ് EOQ, പിന്നെ ഇവിടുത്തെ വന്നിരിക്കുന്ന ഒരു ഫൈൻഡ് ഔട്ട് EOQ ആനുവൽ കൺസംഷൻ വന്നത്. ഈ 2 പ്രോബ്ലംസും ചെയ്ത് അയച്ചു തരാം. ഈ എല്ലാ പ്രോബ്ലംസും ഇന്നലെ ഒരെണ്ണം വെച്ചിട്ട് 1, 2, 3, 4, 5 EOQൻ്റെ പ്രോബ്ലം വരും. 3 സ്റ്റോക്ക് ലെവൽസിൻ്റെ പ്രോബ്ലം നോട്ടിൽ ഉണ്ടായിരിക്കണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പ്രോബ്ലം എഴുതിയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇന്നലത്തെ വീഡിയോൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് വീഡിയോ കാണാതെ നിങ്ങളത് ചെയ്യുക. അത് ആൻസറൊന്നും നോക്കാണ്ട് തനിയെ ചെയ്ത് നോക്കുക. 2 എണ്ണം കേട്ടോ. ഓക്കെ. ഇത് ഇന്ന് തന്നെ വൈകിട്ട് 3 മണിക്ക് മുമ്പ് തന്നെ അയച്ചു തരണം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കണേ.